ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിലെ 2024-2025 വർഷങ്ങളിൽ ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ഡാഷ്. ഇഫ് യു ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, എ ഈക്വൽ ടു സെറ്റ് 2, 3, 4 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 2, 3, 4, 6, then verify that A intersection B whole dash equal to A dash union B dash. ആദ്യത്തെ ചോദ്യം എന്താ ചോദിച്ചിട്ടുള്ളത്? എ ഇന്റർസെക്ഷൻ എ ഡാഷ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം എ എന്നൊരു സെറ്റ് ഉണ്ട്, സെറ്റ് 1, 2, 3. ഈ എ എന്ന സെറ്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് 1, 2, 3, 4 ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എന്താണ് വരിക? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം, എ എന്ന സെറ്റിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള ഒരു എലമെന്റ് ഏതാണ്? 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? എയിലും അതിന്റെ കോംപ്ലിമെന്റ് സെറ്റായ എ ഡാഷിലും ഒരിക്കലും സെയിം എലമെന്റ്സ് അഥവാ കോമൺ എലമെന്റ്സ് ഉണ്ടാവുകയില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡി മോർഗൻസ് ലോ, അതായത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, ഇതിനെയാണ് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ് രണ്ടാമത്തെ ചോദ്യം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കാം. അതിനുശേഷം എ ഡാഷ് യൂണിയൻ ബി ഡാഷ് കണ്ടുപിടിക്കാം. അത് രണ്ടും നമുക്ക് ഒരേ സെറ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡി മോർഗൻസ് ലോ വെരിഫൈഡ് ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് 1, 2, 3, 4, 5, 6 ആണ്. സെറ്റ് എ തന്നിട്ടുണ്ട് 2, 3, 4 ആണ്. സെറ്റ് ബി തന്നിട്ടുണ്ട് 2, 3, 4, 6 ആണ്. ഇനി ആദ്യം തന്നെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ പ്രത്യേകത എന്താണ്? എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകളാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിൽ വരുന്നത്. ഇവിടെ സെറ്റ് എയിൽ 2, 3, 4 ആണ്. സെറ്റ് ബിയിൽ 2, 3, 4, 6 ആണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 2, 3, 4. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2, 3, 4 ആണ്. ഇനി എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്താണ്? കോംപ്ലിമെന്റ് ലോ പ്രത്യേകത എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ഇന്റർസെക്ഷൻ ബി, അഥവാ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റുകളാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷിൽ വരുന്നത്. നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിൽ 2, 3, 4 ആണ് വന്നിട്ടുള്ളത്. അതല്ലാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1, 5, 6. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് 1, 5, 6 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എ ഡാഷ് കണ്ടുപിടിക്കാം. എ ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കുക? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. എ എന്ന സെറ്റിലെ എലമെന്റ്സുകൾ 2, 3, 4 ആണ്. ഇവയല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1, 5, 6. അടുത്തതായി ബി ഡാഷ്, യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ബി എന്ന സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാ? 2, 3, 4, 6. ഇതല്ലാതെ ഉള്ള എലമെന്റുകൾ ഏതൊക്കെയാ? 1ഉം 5ഉം. അപ്പൊ 1, 5. അപ്പൊ നമ്മൾ എ ഡാഷും ബി ഡാഷും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എന്താണ് യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത? രണ്ട് സെറ്റുകളിലെയും എലമെന്റ്സിനെ ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ എ ഡാഷിലെ എലമെന്റ്സുകളും ബി ഡാഷിലെ എലമെന്റ്സുകളും ചേർത്ത് എഴുതുക. അതായത് എ ഡാഷിലെ 1, 5, 6. ഇനി ബി ഡാഷിലെ 1, 5 ആണ്. അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? സെറ്റ് 1, 5, 6. ഇവിടെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്താണ് കിട്ടിയിട്ടുള്ളത്? സെറ്റ് 1, 5, 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി മോർഗൻസ് ലോ നമുക്ക് ഇതിലൂടെ വെരിഫൈ ചെയ്യാൻ സാധിക്കും. എങ്ങനെ? എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് 1, 5, 6. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, etc. 100 in set builder form. Write all subsets of the set 1, 2, 3. അപ്പൊ ആദ്യത്തെ ചോദ്യം, നമുക്ക് തന്നിട്ടുള്ള സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, etc. 100 ഇവയെ സെറ്റ് ബിൽഡർ ഫോമിലാക്കുക എന്നതാണ് ആദ്യത്തെ ചോദ്യം.
അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ അഥവാ പ്രത്യേകതകൾ എടുത്ത് എഴുതാം. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 1 എന്നത് എന്താണ്? 1ന്റെ സ്ക്വയർ ആണ്. 4 എന്നത് 2ന്റെ സ്ക്വയർ ആണ്. 9 എന്നത് 3ന്റെ സ്ക്വയർ ആണ്. 16 എന്നത് 4ന്റെ സ്ക്വയർ ആണ്, എക്സെട്ര. 100 എന്നത് 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെറ്റ് എ എന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. എത്ര മുതൽ എത്ര നമ്പർ വരെയാണ്? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ മാത്രമാണ് സെറ്റ് എയിലുള്ളൂ. കാരണം 11ന്റെ സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? ഈ 1 മുതൽ 10 വരെയുള്ളത് എണ്ണൽ സംഖ്യകൾ മാത്രമാണ്. അതായത് 1.5 ഉണ്ടോ? ഇല്ല. 2.5 ഉണ്ടോ? ഇല്ല. ഡെസിമൽ പോയിന്റ്സ് ഒന്നുമില്ല. ഈ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ മാത്രമാണുള്ളത്. അപ്പൊ ഇത് മൂന്നുമാണ് ഈ സെറ്റ് ചെയ്യേണ്ട പ്രത്യേകത. അപ്പൊ ഇത് മൂന്നും എങ്ങനെയാണ് ഇനി ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക? ആദ്യം തന്നെ ഒരു ബ്രേസസ് ഇടുന്നു. എക്സ് സച്ച് ദാറ്റ്. ഇത് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഇനി ആദ്യത്തെ പ്രത്യേകത എങ്ങനെ എഴുതാം? എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ എന്ന സെറ്റിലെ ഓരോ എലമെന്റ്സിനെയും നമ്മൾ എക്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ ആണ്. ഈ എന്നിന് പകരം നമുക്ക് ഏത് സ്മോൾ ലെറ്റേഴ്സും ഉപയോഗിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ. അപ്പൊ ആദ്യത്തെ പ്രത്യേകത കഴിഞ്ഞു. ഇനി എന്താ രണ്ടാമത്തെ പ്രത്യേകത? ഈ എൻ എന്ന് പറയുന്നത് 1നും 10നും ഇടയ്ക്കാണ്. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് എഴുതി. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? ഈ 1നും 10നും ഇടയ്ക്കുള്ള ഏത് നമ്പേഴ്സും പറ്റില്ല. 1നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. അപ്പൊ എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. ഇങ്ങനെയാണ് ഒരു സെറ്റ് ബിൽഡർ ഫോം തയ്യാറാക്കുന്നത്. ആദ്യം ആ സെറ്റ് എഴുതുന്നു. ആ സെറ്റിന്റെ പ്രത്യേകതകൾ, അതായത് എന്താണ് ആ സെറ്റ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സുമായിട്ടുള്ള കണക്ഷൻ എന്ന് കണ്ടുപിടിക്കുക. ഏത് സംഖ്യ മുതൽ ഏത് സംഖ്യ വരെയാണ് ആ കണക്ഷൻ നിലനിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. അത് റിയൽ നമ്പർ ആണോ, നാച്ചുറൽ നമ്പേഴ്സ് ആണോ, ഇൻറ്റീജേഴ്സ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അത് മൂന്നും ജസ്റ്റ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ അത് സെറ്റ് ബിൽഡർ ഫോം ആയി. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് 1, 2, 3. 1, 2, 3 എന്ന സബ്സെറ്റുകളുടെ സബ്സെറ്റുകൾ എഴുതാം. അപ്പോൾ നമുക്കറിയാം ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ്സ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് സബ്സെറ്റ് ഏതായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. അതിനുശേഷം സിംഗിൾ എലമെന്റ്സുകൾ സെറ്റിന്റെ ഉള്ളിലാക്കി എഴുതുക. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി രണ്ട് പെയർ ഓഫ് എലമെന്റ്സുകൾ എഴുതുക. ആദ്യം സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3. ഇനി 3 എലമെന്റ്സ് കൂടി കൂട്ടി എഴുതുന്നു. സെറ്റ് 1, 2, 3. ഇവയാണ് സെറ്റ് 1, 2, 3യുടെ സബ്സെറ്റുകൾ. അടുത്ത ചോദ്യം, റൈറ്റ് ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദി സബ്സെറ്റ് -1, 2 ഓഫ് ആർ. ആർ എന്നത് റിയൽ നമ്പേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. Let u equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10 be the universal set having subsets a equal to set 1, 3, 5, 7, 9 and b equal to set 5, 6, 7, 8, 9, 10. Then find a union b, a dash and b dash. Verify that a union b whole dash equal to a dash intersection b dash. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് പറയുന്നത്? -1, 2 ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലാക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ്? ഓപ്പൺ ഇന്റർവെൽ ആണ്. ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ എഴുതുക? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരുന്നെങ്കിലോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് എഴുതുക. ഇനി രണ്ടാമത്തെ പ്രത്യേകത നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എക്സ് എന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ സെറ്റിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിന്റെ ആദ്യത്തെ ഫോർമാറ്റ് എങ്ങനെയാണ്? ബ്രേസസ് ഇടുന്നു, എക്സ് സച്ച് ദാറ്റ് എന്ന് എഴുതുന്നു. അതിനുശേഷം -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, കോമ എക്സ് ബിലോങ്സ് ടു ആർ. ഇതാണ് -1, 2ന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, നമുക്ക് അവിടെ യൂണിവേഴ്സൽ സെറ്റും തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റിന്റെ രണ്ട് സബ്സെറ്റുകളായ എ, ബി എന്നിവയും തന്നിട്ടുണ്ട്. ഇനി ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സിനെയും ചേർത്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എയിലെ എലമെന്റ്സുകൾ എഴുതാം. 1, 3, 5, 7, 9. ഇനി ബിയിലെ എലമെന്റ്സുകൾ എഴുതാം. ആദ്യത്തെ 5 ആണ്. 5 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 6, 7 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 8, 9 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 10. ഇനി ഇതിനെ ഒന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ 1, 3, 5, 6, 7, 8, 9, 10.
ഇതാണ് സെറ്റ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ഡാഷും ബി ഡാഷും. എ ഡാഷ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. എ എന്ന സെറ്റിലെ എലമെന്റുകൾ ഏതൊക്കെയാ? 1, 3, 5, 7, 9. ഇവയല്ലാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10. അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2, 4, 6, 8, 10. ഇനി ബി ഡാഷ് എന്ന സെറ്റിലെ എലമെന്റ്സ്, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ബി എന്ന സെറ്റിലെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 5, 6, 7, 8, 9, 10. 5 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് ബി എന്ന സെറ്റിൽ ഉള്ളത്. അതല്ലാതെ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളത് ഏതൊക്കെയാണ്? 1, 2, 3, 4. അപ്പോൾ ബി ഡാഷ് എന്ന സെറ്റിലെ എലമെന്റ്സുകൾ 1, 2, 3, 4. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിനെ ഡി മോർഗൻസ് ലോ എന്നാണ് പറയുക. അപ്പോൾ ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ് ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എ യൂണിയൻ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകൾ. എ യൂണിയൻ ബി സെറ്റിലുള്ളത് ഏതൊക്കെയാണ്? 1, 3, 5, 6, 7, 8, 9, 10. ഇനി ഇതിലില്ലാത്ത എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായ എലമെന്റുകൾ 2, 4. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് 2, 4 ആണ്. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷും ബി ഡാഷും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകൾ 2 എന്ന എലമെന്റ് എ ഡാഷിലും ഉണ്ട്, ബി ഡാഷിലും ഉണ്ട്. അതുപോലെ 4ഉം എ ഡാഷിലും ബി ഡാഷിലും ഉണ്ട്. വേറൊരു എലമെന്റ്സുകളും കോമൺ ആയിട്ടില്ല. അപ്പോൾ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ സെറ്റ് 2, 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് 2, 4. സോ നമ്മൾ എന്ത് ചെയ്തു? ഡി മോർഗൻസ് ലോ അവിടെ വെരിഫൈ ചെയ്തു. നാലാമത്തെ ചോദ്യം, if A and B are two events such that P of A equal to 0.42, P of B equal to 0.48 and P of A and B equal to 0.16, then find the following: P of not A, P of not B, P of A or B. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? P of A എന്നത് 0.42 ആണെന്ന് തന്നിട്ടുണ്ട്. P of B equal to 0.48 ആണ്. P of A and B equal to 0.16 ആണ്. ഇനി ആദ്യത്തെ ചോദ്യം, P of not A, അതായത് കോംപ്ലിമെന്റ് ലോ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. P of A dash ആണ് കണ്ടുപിടിക്കേണ്ടത്. P of A dashന്റെ ഇക്വേഷൻ എന്താണ്? 1 minus P of A equal to 1 minus P of A നമുക്ക് തന്നിട്ടുണ്ട് 0.42. 1 minus 0.42 എത്രയാണ്? 0.58. ഇനി രണ്ടാമത്തെ ചോദ്യം, P of not B equal to P of B dash equal to 1 minus P of B equal to 1 minus P of B നമുക്ക് തന്നിട്ടുണ്ട് 0.48 ആണ്. 1 minus 0.48 എന്താണ് വരിക? 0.52. ഇനി മൂന്നാമത്തെ ചോദ്യം, P of A or B, അതായത് P of A യൂണിയൻ B എന്നാണ് ചോദിക്കുന്നത്. ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. ഇവിടെ P of A നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 0.42 ആണ്. P of B എന്നത് 0.48 ആണ്. P of A ഇന്റർസെക്ഷൻ B, അതായത് P of A ആൻഡ് B നെയാണ് P of A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. അത് എത്രയാണ്? 0.16 ആണ്. ഈക്വൽ ടു എത്രയാണ്? 0.74. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി സെറ്റ്സ് എന്ന ചാപ്റ്ററും അതിലെ 2015 മുതൽ 2025 വരെ വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.